എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നതേ കടൽ തീരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് എവിടെയെന്നറിയോ? സ്ഥലം ഞാൻ പറഞ്ഞുതരാം. കാപ്പിൽ. ഈ കാപ്പിൽ ബീച്ചിന് വളരെയേറെ ഒരു പ്രത്യേകത ഉണ്ടെന്നറിയോ? അതായത് ഈ ഭാഗത്ത് കടൽ, ഈ ഭാഗത്ത് കായൽ. ഈ കായലും കടലും കൂടെ ചേരുന്ന ഒരു ഏരിയയാണ് ഈ കാപ്പിൽ ബീച്ച്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം എത്രയായി? ഒരു 4-4:30, 5 മണിയോളം ആയിട്ടുണ്ട്. ആ ഭാഗത്താണ് ബീച്ച്. അപ്പോൾ നമുക്ക് ബീച്ചിലേക്ക് പോകാം. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ഒരു കാഴ്ചയിൽ നിന്നിട്ട് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഡ്രോൺ വിഷ്വലായിരിക്കും. അതെന്തായാലും മസ്റ്റായിട്ട് ഞാൻ എടുത്തുണ്ടാവും. അതേ വണ്ടി ഞങ്ങളിവിടെ കൊണ്ട് പാർക്ക് ചെയ്തു. കുറച്ചേറെ നടക്കണം. ഇങ്ങോട്ട് വണ്ടി കൊണ്ട് വന്നു കഴിഞ്ഞാൽ മിക്കവാറും പണിയാവും. ഇവിടെ നല്ല മണലാണ്. ഇതിനകത്തെങ്ങാനും പൊതഞ്ഞാലേ ഇന്ന് പോക്ക് നടക്കത്തില്ല. കണ്ടോ, കടലൊക്കെ ഒരല്പം രൂക്ഷമായിട്ടിരിക്കും. ഇതിൻ്റെ പുറകിലേക്ക് നോക്കിയാൽ അറിയാം, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. കണ്ടോ ബീച്ചിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സൈഡ് എന്ന് പറയുന്നത് കായലാണ്. കണ്ടോ, ഇവിടെ കംപ്ലീറ്റ് കായൽ. ഒരുപാട് വെള്ളം ഇറങ്ങിയിരിക്കുക ഇവിടോട്ട്. മറ്റേ എനിക്ക് തോന്നുന്നു ഒരു സീസൺ സമയമുണ്ടല്ലോ, വേലിയിറക്കം എന്നൊക്കെ പറയുന്ന ആ ഒരു സമയമുണ്ടല്ലോ. ആ സമയം അനുസരിച്ച് വെള്ളം കൂടുതൽ ഇത് തമ്മിൽ കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു ടൈമുണ്ട്. ഇപ്പോൾ വെള്ളം കുറവല്ലേ, ഇപ്പോൾ ചൂടുമൊക്കെ ആയതുകൊണ്ടാവാം. ഇത് കായലാണ്. എവിടെ ആൾക്കാർ കുളിക്കൊക്കെ ചെയ്യുന്നുണ്ട്. വെള്ളം തീരെ കുറവാണ് അവിടെ. കണ്ടോ ആ ഭാഗത്ത്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അത് കടൽ. അങ്ങനെ ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങുന്ന ആ ഒരു ഭാഗം, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പുറത്ത് കായൽ, ഇവിടെ കടൽ. അപ്പോൾ അവിടേക്ക് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ. ഒരുപാട് വിശാലമായ ഒരു ബീച്ചാണ്. കണ്ടോ ആ ഏരിയ കണ്ടോ. നല്ല കാറ്റാണ്. നമുക്ക് ജോലി പറയുന്നത് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ വയ്യ. എങ്കിലും കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. കണ്ടോ പുറകോട്ട് നോക്കി. കിടക്കുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് കായലും കടലും കൂടെ സംഗമിക്കുന്ന ഏരിയ. ഇവിടെ കടലും ഒരുപാട് വെള്ളം പുറകോട്ട് ഇറങ്ങി നിൽക്കുക. അപ്പം നല്ല ആ സീസൺ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ആ ഒരു സീസണിൽ വന്നു കഴിഞ്ഞാൽ ഈ കായലിൽ നിന്നുള്ള വെള്ളവും കടലിൽ നിന്നുള്ള വെള്ളവും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തൂടെ നല്ല രസം. ആ മിക്സ് ചെയ്യുന്നത് നല്ല രസമായിരിക്കും ഇവിടെ കാണാൻ. അപ്പോൾ എന്തായാലും കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഡ്രോണ് ഉയർത്തി നോക്കാം, കാറ്റിനെ എത്രമാത്രം അല്ലെങ്കിൽ കാറ്റിൽ പ്രതികരിച്ച് നിൽക്കുന്നു എന്നുള്ള അറിയില്ല. എന്തായാലും നോക്കട്ടെ, ഡ്രോൺ വിഷ്വലൂടെ എടുത്ത് നോക്കാം. അങ്ങനെ ഞങ്ങൾ കുറേ ഡ്രോൺ വിഷ്വലൊക്കെ എടുത്തു. ഭയങ്കര കാറ്റായിരുന്നു. ഞാൻ വിചാരിച്ചു മിക്കവാറും ഡ്രോണൊക്കെ മിക്കവാറും കടലില്ലാതെ പോകുമെന്ന് വിചാരിച്ചു. അത്രയ്ക്ക് കാറ്റായിരുന്നു. എന്തായാലും ഒരു കണക്കിനൊക്കെ ഞങ്ങൾ എടുത്തു. എൻ്റെ വിഷ്വലൊക്കെ ഇനിയുടെ പോയി നോക്കണം. എന്തായാലും നിങ്ങൾ കണ്ടു നോക്ക്. പിന്നെന്താ പറയുക, കുറേയേറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. കുറേ ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വണ്ടി കൊണ്ടിട്ടേക്കുന്ന അവിടെ ആ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരുന്നൊരു വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പ്രശ്നമുണ്ട്. കാപ്പി ബീച്ചിൽ കാപ്പി ബീച്ചല്ല, കാപ്പിൽ ബീച്ചിൽ വണ്ടി കൊണ്ടിടുവാനൊരു നോക്കി നല്ല സ്ഥലമാണ്, കുഴപ്പമൊന്നുമില്ല. ഇവിടെ പോലീസുകാരൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്താ പറയുന്നത്, ഇവിടെ തീരെ വെള്ളം കുറവാണ്. കണ്ടോ, കായലിൽ തീരെ വെള്ളം കുറവാണ്. ഇവിടെ ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ കണ്ടോ, മുട്ടിനിടരെ വെള്ളമേ ഉള്ളൂ. കണ്ടോ അവർ പയ്യെ നോക്കുന്നുണ്ടോ. പിന്നെന്താ പറയുന്നത്, ഇവിടെ ഫുഡ് എന്ന് പറഞ്ഞാൽ എന്തോ ചെറിയ ലഘുഭക്ഷണങ്ങളൊക്കെ ഉണ്ട്. ഇത് വേണോ നമ്മുടെ പാനിപ്പൂരി? വേണ്ട, പാനിപ്പൂരി വേണ്ട എന്നാണ് പറയുന്നത്. എന്താ വേണ്ട?
പിന്നെ ഈ സൈഡിലൊക്കെ ലഘുഭക്ഷണങ്ങളൊക്കെ കിട്ടും. ആവശ്യമുള്ള ഡ്രിങ്ക്സും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം. പിന്നെ ഐസ്ക്രീം വേണ്ടവർക്ക് കുട്ടികളെ കൊണ്ടൊക്കെ വരുവാണെങ്കിൽ ഐസ്ക്രീം മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ആ കടലിൻ്റെ ഭാഗത്തു നിന്ന് സെൻട്രൽ ഭാഗം പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കായൽ. ഇവിടെയൊക്കെ ആൾക്കാർക്ക് വന്നിരിക്കേണ്ടവർക്കൊക്കെ ഇരിക്കാം. ഇത് എവിടെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഒന്ന് കുളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കൊന്നൊരു 5 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് തണലുണ്ട് കേട്ടോ. ഈ ഭാഗം, ഈ കായലിൻ്റെ ഭാഗത്തേക്ക് കുറച്ച് തണലുണ്ട്. ഇവിടെ എല്ലാ ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെയൊക്കെ പോയിട്ടുണ്ട്. അവിടെ മുട്ടൻ്റെ വെള്ളം ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് അവിടെ ഇപ്പോൾ ആൾക്കാർ പോയിട്ടുണ്ട് അങ്ങോട്ട്. ഞാൻ വിചാരിച്ചത് വലിയൊരു മരമാണെന്ന് വിചാരിച്ചു. പക്ഷേ മരമല്ല, ഇത് ആർട്ടിഫിഷ്യലായിട്ട് അവർ ചെയ്തു വെച്ചതാണ് കേട്ടോ. കൊള്ളാം. അതെല്ലാം പോയി. അതിൻ്റെ ചാക്കും ഇതിനകത്തൊരു കുറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ആ കുറ്റിയുടെ പുറത്ത് അവരങ്ങനെ ചെയ്തു വെച്ചത്. ഇപ്പോൾ സമയം 6:15 എന്നിട്ടും ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്. കുഴപ്പമില്ല കേട്ടോ. കാപ്പിൽ ബീച്ച് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാ ഒരു ബീച്ചിൽ നിന്നിട്ടുള്ളൊരു വ്യത്യസ്തത എന്ന് പറയുന്നത്, ഈ ഒരു ഏരിയയുടെ വ്യത്യസ്തത എന്ന് പറയുന്നത് കായലും അത് ഞാൻ കട്ട് ചെയ്യും. ഈ ഒരു ഏരിയയുടെ വ്യത്യസ്തത ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കായലും കടലും കൂടെ സംഗമിക്കുന്ന സ്ഥലമാണ് കാപ്പിൽ. എവിടെ അതിപ്പോൾ ക്യാമറ കാണാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇവിടെ ലൈറ്റ് കാണാൻ പറ്റും. അതുപോലെ തന്നെ സൂര്യൻ്റെ അസ്തമിക്കാനുള്ള ഏകദേശമൊക്കെ പുറപ്പാടിലേക്കായി. നമ്മൾ വണ്ടി ഇട്ടിരിക്കുന്ന ഏകദേശം അങ്ങോട്ട് വണ്ടി കൊണ്ടുവരാൻ പാട് താക്കോലത്തിനകത്തുണ്ട്. അപ്പം വരാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ വരാം. മറ്റ് പ്രശ്നങ്ങളൊന്നുമുള്ളൊരു മേഖലയല്ല, വളരെ സൈലൻ്റായിട്ടുള്ളൊരു ബീച്ചാണ് കേട്ടോ. അതായത് ഇല്ലേ, മറ്റ് പ്രശ്നങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. പോലീസുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാമിലിയായിട്ട് വരാം, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. കുട്ടികളൊക്കെ ഇതുപോലെ ഒരുപാട് പേരൊക്കെ വന്നിട്ടുണ്ട്. ദയവാണ് പോലീസുകാരൊക്കെ പറഞ്ഞു. ഞാൻ നേരത്തെ 2 പോലീസുകാരെ കണ്ടിപ്പോൾ 2 പേരുണ്ട്. അങ്ങനെ അവരെല്ലാം വരുന്നുണ്ട്. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സൂപ്പർ ബീച്ചാണ്. അങ്ങനെ ഞങ്ങളുടെ വണ്ടി എടുത്ത് വന്നതാണ്ടല്ലോ. ഇവിടെ പോലീസുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. പേടിക്കേണ്ടതായ കാര്യങ്ങളൊന്നുമില്ല. നല്ല എന്താ പറയുന്നത്, ഇപ്പം അസ്തമയ സമയമായി കണ്ടോ. അടിപൊളി. ഐസ്ക്രീം വേണ്ടവർക്ക് ഐസ്ക്രീമൊക്കെ കഴിക്കാം. അത്യാവശ്യം നല്ല വൈബുള്ളൊരു എന്താ പറയുന്ന ഒരു ബീച്ചല്ലേ. പിന്നെ അവിടെ കുറേ നല്ല അഗാധമായ കുഴികളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതാണുണ്ട് ആ കാണുന്ന കായല കണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇവിടെ നന്നായിട്ട് അഗാധമായ കുഴികളുണ്ടായിരുന്നു. ആ കുഴിക്കകത്തൊക്കെ കുറച്ച് മണ്ണ് വാരിയിട്ട് നിരത്തിയിട്ടുണ്ട് തൽക്കാലം. ഞാൻ വിചാരിച്ചു മിക്കവാറും അവിടെ പൊതയുന്നാണ്ട് ഈ കാണുന്ന ഏരിയ കണ്ടോ. എന്തായാലും അവിടെ നിന്ന് നോക്കി എടുത്തില്ലെന്നുണ്ട് മിക്കവാറും പൊതഞ്ഞാൽ പണിയാവും. ഉച്ച സ്പീഡിലങ്ങ് എടുത്താൽ രക്ഷപ്പെട്ടു, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ എനിക്ക് ലാസ്റ്റ് വന്ന് നിന്ന ഞങ്ങളുടെ വണ്ടിയായിരുന്നു. അങ്ങോട്ട് വേറെ പോലീസുകാരൊരു വണ്ടി ഉണ്ടായിരുന്നു. അല്ലാതെ വണ്ടികളൊന്നും കൊണ്ടുപോയില്ല. ബാക്കി വണ്ടിയെല്ലാം ഇവിടെ കൊണ്ടിട്ടത്. എനിക്ക് തോന്നി ഇവിടെ പൊതയൊന്ന് പേടിച്ചിട്ടായിരിക്കാം. എന്തായാലും കുഴപ്പമില്ല കേട്ടോ. എങ്ങനെയുണ്ട്? നല്ല സ്ഥലം ഇവിടെ. നമ്മുടെ എന്താ പറയുക, മറ്റേ ബീച്ച് നല്ല ബീച്ചാ. ഏതാ നമ്മുടെ വർക്കല ബീച്ച് ഉണ്ടോ? ഇതുകൊണ്ട് മണ്ണിട്ടേക്കുന്നുണ്ടോ? ഇവിടെ ശ്വാസം പിടിച്ചങ്ങ് എടുക്കുക. രക്ഷപ്പെട്ടു. ഇനി കുഴപ്പമില്ല. എന്തൊരു കളറാന്ന് നോക്കി. വേറെ ഒരു ഇതിനകത്ത് ഇച്ചിരി കളർ കുറവാണെങ്കിൽ തന്നെയും അത് നമ്മൾ വേറെ കാര്യമുള്ളൂ. റിയലായിട്ട് കാണുന്ന കളറിൽ നിന്ന് വ്യത്യസ്തയാണ് കുറച്ച് ക്യാമറയില്ലേ. നോക്കിയാൽ ഇപ്പം താഴെ പോകുന്ന പരമാവധി എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങുന്ന ഒരു ഏരിയ ഉണ്ട്, എൻട്രൻസ്. ഇതുകൊണ്ട് ആ കാണുന്ന ഏരിയ കണ്ടോ. ആ ഏരിയയിൽ നിന്ന് പരമാവധി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങോട്ട് പോകാതിരിക്കാൻ നല്ലത്. അങ്ങോട്ട് നല്ല കുഴിയും ചിലയിടത്ത് മണലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കയറി പണി വാങ്ങിക്കണ്ട. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കണ്ടോ. ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കണ്ടോ.